നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലത്ത് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം നടന്നു. 2024 ഡിസംബർ 14, 15, 16 തീയതികളിൽ നടന്ന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും ചടയമംഗലം കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിന്റെ സർക്കാർ ഇന്ന് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് യുവജനക്ഷേമ ബോർഡിനെ തന്നെ അതിനെ ചുക്കാൻ പിടിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് നമുക്കറിയാം പതിവിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ഫണ്ട് അലോട്ട് ചെയ്തുകൊണ്ടാണ് ഈ തരത്തിൽ കേരളോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. മുൻകാലഘട്ടങ്ങളിൽ വലിയ തുകയൊന്നും നമ്മുടെ മുമ്പിൽ വരാറില്ലായിരുന്നു. നമ്മുടെ സാംസ്കാരിക സംഘടനകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ നമ്മുടെ കുട്ടികളെയൊക്കെ രജിസ്റ്റർ ചെയ്ത് അവരുടെ തന്നെ നേതൃത്വത്തിൽ വന്ന് പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ പോയിന്റുകൾ നേടിയെടുക്കുവാനുള്ള വലിയ പരിശ്രമത്തിലാണ് നമ്മുടെ സമൂഹത്തിലെ സാംസ്കാരിക സംഘടനകളും യുവജന സംഘടനകളും അതുപോലെ തന്നെ മറ്റിതര മേഖലകളിലുള്ള ആൾക്കാരും ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം അതിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി ഈ വർഷം കുറച്ചുകൂടി മെച്ചമായ നിലയ്ക്ക് ഇതിന്റെ പ്രാതിനിധ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. കലാകായിക മത്സരങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും ഒന്നാം സമ്മാനം കിട്ടണമെന്ന് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പലവിധ കാരണങ്ങൾ കൊണ്ട് ഒന്നാം സമ്മാനം എല്ലാവർക്കും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെല്ലാം ഒരു വിധത്തിൽ ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് അർഹതയുള്ള ആളുകൾക്ക് എല്ലാം സമ്മാനം ലഭിച്ചു എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നമ്മുടെ പ്രോജക്റ്റിലുള്ള ഫണ്ടും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഈ മേഖലയിലെ അറിയപ്പെടുന്ന പല വ്യക്തികളുടെയും നാമധേയത്തിൽ ഞങ്ങൾക്ക് അവരുടെ എല്ലാ വീടുകളിൽ നിന്ന് തമ്മിലുള്ള ട്രോഫികളടക്കം നൽകിക്കൊണ്ട് പ്രതിഭകളെ വളരെയധികം അഭിമാനത്തോടുകൂടി അവരെ എല്ലാം അംഗീകരിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കുന്നത്. 8 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള യുവപ്രതിഭകളുടെ സർഗശേഷിയാണ് കേരളോത്സവത്തിൽ മാറ്റുരച്ചത്. ചടയമംഗലം ബ്ലോക്ക് കേരളോത്സവം ഓവറോൾ കപ്പ് ഇളമാട് ഗ്രാമപഞ്ചായത്ത് നേടി. ഗ്രാമപഞ്ചായത്തിലെ അമ്പലമുക്കിൽ പ്രവർത്തിക്കുന്ന ചലഞ്ചേഴ്സ് ക്ലബിന്റെ പ്രവർത്തകരുടെ ആവേശകരമായ പോരാട്ടമാണ് കപ്പ് ഗ്രാമപഞ്ചായത്തിന് നേടിക്കൊടുത്തത്. കായിക വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ക്ലബിനുള്ള പൂയപ്പള്ളി ലയൺസ് ക്ലബിന്റെ എവർ റോളിംഗ് ട്രോഫിയും തുടർച്ചയായി 3ാം തവണയും ചലഞ്ചേഴ്സ് ക്ലബിന് ലഭിച്ചു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കേരളോത്സവത്തിന്റെ സമാപന സമ്മേളന ചടങ്ങിൽ പങ്കെടുത്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.